കോർപ്പറേഷനിലേക്ക് മാലിന്യവുമായി ബി.ജെ.പി. പ്രവർത്തകർ പ്രതിഷേധം നടത്തുകയാണ്. ഒരു സംഘർഷാവസ്ഥ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അതിലേക്ക് പോയോ പ്രതിഷേധം പ്രതിഷേധം ബിജെപിയുടെ പ്രതിഷേധം. ജയ് 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 ബിജെപി, ജയ് 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 ഭാരത് മാതാ. കൊല്ലം കോർപ്പറേഷനിലേക്കാണ് ബി.ജെ.പിയുടെ പ്രതിഷേധം. മാലിന്യവും ഏന്തിയാണ് ബി.ജെ.പി. പ്രവർത്തകർ അവിടേക്ക് പ്രതിഷേധമായെത്തിയത്. ജയ് ജയ് ബിജെപി, ജയ് ജയ് ഭാരത് മാതാ. വിവരങ്ങളുമായി ഷമീർ ചേരുകയാണ്. ഷമീർ, അവിടെ ചെറിയ രീതിയിൽ ഒരു സംഘർഷം രൂപപ്പെടുന്നത് കണ്ടിരുന്നു. എന്തൊക്കെയാണ് പങ്കുവയ്ക്കാനുള്ള വിവരം? ബി.ജെ.പി. ഇത്തരത്തിലൊരു മാർച്ച് കൊല്ലം കോർപ്പറേഷനിലേക്ക് സംഘടിപ്പിച്ചത് നഗരത്തിലാകമാനം മാലിന്യം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ മാലിന്യം ശേഖരിച്ചുകൊണ്ടാണ് മേയർക്ക് മാലിന്യം സമർപ്പിക്കാനായിട്ടാണ് ബി.ജെ.പി. പ്രവർത്തകർ ഇത്തരത്തിൽ കൊല്ലം കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തിയത്. കോർപ്പറേഷന്റെ ഏതാണ്ട് 100 മീറ്റർ അപ്പുറം വെച്ച് ഈ മാർച്ച് പോലീസ് തടയുകയും ചെയ്തു. ഇതിനിടയിൽ ഈ കൗൺസിലർമാർ 6 കൗൺസിലർമാരാണ് കൊല്ലം കോർപ്പറേഷനിൽ ബി.ജെ.പിക്കുള്ളത്. കൗൺസിലർമാരെ ചിലർ ബാരിക്കേഡ് മറികടന്ന ഈ കോർപ്പറേഷനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് വഴിവെച്ചത്. അപ്പോൾ ആ പ്രവർത്തകരെ പോലീസ് നീക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ഉന്തും തള്ളും പ്രവർത്തകരും പോലീസും തമ്മിൽ നടക്കുകയാണ്. ചില പ്രവർത്തകർ ഈ കോർപ്പറേഷൻ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് ഈ ഷവറുമായി കടന്നിട്ടുണ്ട്. അവരെ നീക്കുവാനും പോലീസ് പെടാപ്പാട് പെടുകയാണ്. വലിയ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യാൻ വി രാജേഷ് അടക്കമുള്ള ആളുകൾ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഘർഷം ഈ പ്രദേശത്തെ ഉടലെടുക്കുകയും ഇത്തരത്തിൽ ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പ്രവർത്തകർ കോർപ്പറേഷനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. പോലീസ് വലിയ സുരക്ഷ ഒരുക്കിയെങ്കിലും തൊട്ടടുത്തുള്ള SBI ബാങ്കിന്റെ കവാടം വഴിയാണ് മിക്ക പ്രവർത്തകരും ബി.ജെ.പിയുടെ പ്രവർത്തകരും ഇത്തരത്തിൽ ഈ സുരക്ഷാ വലയം ഭേദിച്ചുകൊണ്ട് കൊല്ലം കോർപ്പറേഷന്റെ കവാടത്തിലേക്ക് കടന്നത്. എന്തായാലും ഭൂരിപക്ഷം പ്രവർത്തകരും ഇപ്പോൾ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് കൊല്ലം കോർപ്പറേഷന്റെ കവാടത്തിന് മുന്നിലേക്ക് എത്തി. അവിടെ നിന്ന് ഏതാണ്ട് 50 മീറ്റർ അപ്പുറം മാത്രമാണ് മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉള്ളത്. ആ പ്രദേശത്തേക്കാണ് ഇത്തരത്തിൽ ഈ ഒരു മാർച്ച് സുരക്ഷാ വീഴ്ച ഉണ്ടായി അവിടെ പ്രവർത്തകർ കടന്നു ചെല്ലാനും ഈ മാലിന്യങ്ങൾ വലിച്ചെറിയാനും ഇടയായത്. എന്തായാലും കൊല്ലം ACP ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ഈ പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെ തടയാനുള്ള ഒരു നീക്കവും പ്രവർത്തകർ ചേർന്ന് നടത്തുന്നുണ്ട്. എന്തായാലും വനിതകളായിട്ടുള്ള പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പ്രതിഷേധവുമായി ശക്തമായി നിൽക്കുന്നത്. ഇപ്പോൾ പോലീസ് വാഹനം അവർ തടയുകയാണ്. എന്നാലും പ്രതിഷേധം വലിയ രീതിയിൽ നടത്തുന്നു. കൂടുതൽ പോലീസ് ഈ സ്ഥലത്തേക്ക് എത്തുന്നു. അതായത് കൊല്ലം ഭാഗത്തു നിന്ന് വരുന്ന അതുവഴി തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള 2 റോഡുകൾ ഉപരോധിച്ചുകൊണ്ടായിരുന്നു പോലീസ് ഇത്തരത്തിൽ ഒരു സുരക്ഷ ഒരുക്കിയത്. പക്ഷേ സുരക്ഷയിൽ ഒരു പാലിച്ചകൾ വരികയും വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ മറുവശത്തുകൂടി കടന്ന് ഇത്തരത്തിൽ കൊല്ലം കോർപ്പറേഷനിലേക്ക് എത്തുകയും ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാലിന്യ പ്രശ്നത്തിൽ കൊല്ലം കോർപ്പറേഷനിലേക്ക് ബി.ജെ.പിയുടെ പ്രതിഷേധമാണ്.
കോർപ്പറേഷനിലേക്കാണ്. കോർപ്പറേഷനിലെ മാലിന്യ പ്രശ്നത്തിനാണ് സമരം. ഈ പോലീസുകാർ CPM പറയുന്ന അനുസരിച്ചുകൊണ്ട് കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് 200 മീറ്റർ അപ്പുറത്ത് സമരം തടയുകയാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന കൗൺസിലർ ശൈലജ ചേച്ചിയെ വലിച്ചിഴച്ച് ബസ്സിൽ കയറ്റുകയാണ്. പാർട്ടി പ്രവർത്തകർ BJP പ്രവർത്തകർ അക്രമം കാണിക്കില്ല. വളരെ സമാധാനപരമായിട്ട് അവർ സിംബോളിക്കായിട്ട് മാലിന്യം മേയർക്ക് സമർപ്പിക്കുന്ന പരിപാടിയാണ് നടത്തുന്നത്. പോലീസിന് ഇത്ര വാശി എന്താ? CPM പറയുന്ന അനുസരിച്ചാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിന്ന് 200 മീറ്റർ അപ്പുറം സമാധാനപരമായ ഒന്ന് പ്രകടനം 200 മീറ്റർ അപ്പുറം തടയുന്നത്. അപ്പോൾ കൊല്ലത്തെ മാലിന്യ പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാൻ പാടില്ല. കൊല്ലം കോർപ്പറേഷന്റെ പരാജയം ചർച്ച ചെയ്യാൻ പാടില്ല. അതിന് പോലീസ് കൂട്ടുകയാണെങ്കിൽ ഒരു കാരണവശാലും അനുവദിക്കാൻ സാധിക്കില്ല. ശക്തമായ സമരം ഇനിയുള്ള ദിവസങ്ങളിൽ കൊല്ലം കോർപ്പറേഷന്റെ പരാജയം ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ നടപടികളുമായി സമരങ്ങളുമായി BJP മുന്നോട്ട് പോകും. വനിതാ കൗൺസിലർമാരെയാണ് ശാരീരികമായി പുരുഷ പോലീസ് ഉപദ്രവിക്കുന്നത്. ശക്തമായി ഞങ്ങൾ തിരിച്ചടിക്കും. അതുവഴി പോകാൻ നടക്കാൻ സ്ഥലമില്ല. മുകേഷ് MLA ഒരു പാലം നിർമ്മിച്ചിട്ട് മുറിയം പാലം, അതിന്റെ മുകളിൽ നിന്ന് ഇറച്ചി വേസ്റ്റുകൾ ദിവസം തോറും കായലിലേക്ക് തള്ളുകയാണ്. ഡിവിഷനിൽ തന്നെയുള്ള മാലിന്യങ്ങൾ ഇന്ന് വരെ നീക്കാൻ ഒരു നടപടിയില്ല. അതിന്റെ പേരിലാണ് ഇന്ന് ഇവിടെ BJP സമരം ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഷമീർ അബ്ദുൾ തുടരുന്നുണ്ട്. ഷമീർ, ഈ നഗരസഭയിലെ മാലിന്യ നീക്കത്തിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? മാലിന്യ പ്രശ്നത്തിലാണ് കൊല്ലത്തിപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത്. BJPയുടെ ഭാഗത്ത് നിന്ന് നഗരസഭയ്ക്കെതിരെ വലിയ തോതിൽ പ്രതിഷേധം നടക്കുന്നു. മാലിന്യവും കയ്യിലേന്തി വന്നാണ് അവർ പ്രതിഷേധം നടത്തിയത്. ഏതായാലും പോലീസുമായി അവിടെ ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യം, സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീളുന്ന സാഹചര്യമാണുള്ളത്. ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് BJP മുന്നറിയിപ്പ് നൽകുകയാണ്. ഇപ്പോൾ അവിടെ കുത്തിയിരുന്നടക്കം വനിതാ അംഗങ്ങളടക്കം പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ പ്രതിഷേധ മാർച്ച് മാലിന്യം കൊണ്ട് മൂടിയിട്ടുള്ള എല്ലാ ബഡ്ജറ്റിലും കൊല്ലം നഗരത്തെ മഹാനഗരമാക്കുമെന്നാണ് ഇവിടുത്തെ മേയർ അടക്കമുള്ളവർ പ്രസ്താവിച്ചത്. മഹാനഗരം പോയിട്ട് ഒരു ചെറുനഗരം പോയിട്ട് അതിന്റെ ഒരു ശതമാനം ഷമീർ, നഗരസഭയിൽ മാലിന്യ നീക്കത്തിന് സംഭവിച്ചിരിക്കുന്ന തകരാർ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാലിന്യ നീക്ക വിഷയത്തിൽ? കൊല്ലം കോർപ്പറേഷനിലെ ഞങ്ങളുടെ കരുത്തുറ്റ നിർമ്മിച്ചിരുന്നു. പക്ഷേ നാളുകളായി ഇത് തുറന്നു കൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. പിന്നീട് അഷ്ടമുടി കായലിന് കുറുകെ മുകേഷ് MLAയുടെ നേതൃത്വത്തിൽ ഒരു പാലം നിർമ്മാണം നടന്നിരുന്നു. ആ പാലത്തിന് മുകളിൽ നിന്നും അഷ്ടമുടി കായലിലേക്ക് ദൈനംദിനം മാലിന്യങ്ങൾ കെട്ടുകണക്കിന് ചാക്കിൽ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോർപ്പറേഷനിൽ പ്രതിപക്ഷ കൗൺസിലർമാർ, BJP കൗൺസിലർമാർ വലിയ സമരങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു. പക്ഷേ ഇതിനൊന്നും ഇപ്പോഴും പരിഹാരമുണ്ടാകാത്തൊരു സാഹചര്യത്തിലാണ് ഈ BJP കൗൺസിലർമാരും BJP പ്രവർത്തകരും BJP മേഖലാ കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലൊരു സമരം കൊല്ലം കോർപ്പറേഷനിലേക്ക് സംഘടിപ്പിച്ചത്. ഈ സമരമാണ് ഇപ്പോൾ നേരിയ തോതിലെങ്കിലും സംഘർഷാവസ്ഥയിലേക്ക് എത്തുന്നതും പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ഇത്തരത്തിൽ കോർപ്പറേഷന്റെ മുൻവശത്തേക്ക് എത്തുകയും ചെയ്തത്. എന്തായാലും TV രാജേഷ് അടക്കമുള്ള നേതാക്കളാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ
ണമെന്നുള്ള റിക്വസ്റ്റ് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോർപ്പറേഷന് മുമ്പിൽ ഈ സമരം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ ആരംഭിക്കുന്നത്. എന്തായാലും സംഘർഷമുണ്ടാക്കിയ പ്രവർത്തകരെ മുഴുവനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ സമരത്തിന്റെ ഉദ്ഘാടന പരിപാടികൾ നടക്കുകയാണ്. ഉദ്ഘാടനം നടത്തണമെന്ന ഒറ്റ വാശി പ്രവർത്തകർ ഉന്നയിച്ചു. തുടർന്ന് അത് അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. എന്തായാലും സംഘർഷമുണ്ടാക്കിയ പ്രവർത്തകരെയൊക്കെ തന്നെ പോലീസ് കൊല്ലം എയർ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ്. ലക്ഷ്മി പത്മ. സംഘർഷത്തിന് അവിടെ ശമനം വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കൊല്ലം കോർപ്പറേഷനിലേക്കാണ് BJP കൗൺസിലർമാരുടെ പ്രതിഷേധം ഇപ്പോൾ നടന്നത്. BJPയുടെ പ്രതിഷേധ മാർച്ചാണ് നമ്മൾ കണ്ടത്. അവിടെ സംഘർഷം രൂപപ്പെടുന്ന കാഴ്ച, അതിൻ്റെയൊക്കെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്.